ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടേ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു യാത്ര പോവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആണേ. ഫാമിലിയിലെ എല്ലാ സന്തോഷ നിമിഷങ്ങളും ചില യാത്രകളും ഒക്കെ വീഡിയോസാക്കി അല്ലെങ്കിൽ ഷോർട്സിലാക്കി ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് കാണുന്ന എൻ്റെ നാട്ടുകാരും എൻ്റെ ബന്ധുക്കളും ഒക്കെ പറയാറുണ്ട്, എൻ്റെ വീട്ടിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റുന്നുണ്ട്, കാരണം യൂട്യൂബ് വീഡിയോസ് ഉണ്ടല്ലോ എന്ന്. അതിപ്പോൾ എനിക്കാകെ ഒരു തലവേദനയായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു ഷോർട്സിൽ ഞങ്ങളെല്ലാവരും കൂടി ഐദൂസിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നതും അവിടുത്തെ തോട്ടിലിറങ്ങി കളിക്കുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ ഒരാൾ മിസ്സിങ് ആയിരുന്നു, പാത്തൂസ്. യൂട്യൂബിൽ വീഡിയോ വന്നപ്പോൾ അവളത് കണ്ടുപിടിച്ചു. പിന്നെ ഒരു സമാധാനം തരുന്നില്ല കേട്ടോ. എങ്ങോട്ടെങ്കിലും അവളെയും കൊണ്ട് പോയേ പറ്റുള്ളൂ എന്ന് വാശി. കുറച്ച് ദിവസം എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് സങ്കടമാവാൻ തുടങ്ങി. ഐദൂസിനോടും കുഞ്ഞാവിയോടാണ് ഇഷ്ടം, അവളോട് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അവളെ കൊണ്ടുപോകാത്തത് എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അവൾ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയിൽ പോയി അവിടുത്തെ അടക്കയും തേങ്ങയും ഒക്കെ പറക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി പോയതാണേ. അങ്ങനെ അവളുടെ വാശി കാരണം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ അമ്പലക്കുളത്തിൽ ഒരുപാട് മീനുകളുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എണ്ണമില്ലാത്ത അത്രയും കേട്ടോ. മീനുകൾ മാത്രമല്ല, നീർക്കോലി, ആമകൾ, പല കളർ മീനുകൾ, അതുപോലെ പലതരം ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ അമ്പലക്കുളത്തിൽ. ക്ഷേത്രത്തിന് മുന്നിലെത്തിയപ്പോൾ 5:30 മണിയോളം ആയിട്ടോ. നല്ല മഴക്കോളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടടഞ്ഞൊരു അന്തരീക്ഷമാണ്. പക്ഷേ തണുത്ത കാറ്റും ആ അമ്പലത്തിനുള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സോങ് ഇല്ലേ, അതും പിന്നെ ഒരു സമാധാന അന്തരീക്ഷവും വിശാലമായിട്ടുള്ള അങ്കണവും അടിപൊളിയായിരുന്നു കേട്ടോ. വല്ലാത്തൊരു സമാധാനം തോന്നി അതിൻ്റെ മുന്നിൽ അങ്ങനെ നിൽക്കുമ്പോൾ. ഇനി മീനിനെ കാണാൻ കുളത്തിനടുത്തേക്ക് പോകണമെങ്കിൽ അമ്പലത്തിൻ്റെ പ്രധാന വാതിൽ കടന്ന് വേണം പോവാൻ. നമ്മൾ വാപ്പച്ചിയുടെ ഒപ്പമാണ് കേട്ടോ വന്നത്. ഞാൻ ആ ഒരു ഗേറ്റിൻ്റെ മുന്നിൽ സംശയിച്ചിങ്ങനെ നിന്നു. കയറാമോ, അറിയില്ലല്ലോ നിയമങ്ങളൊന്നും. നമ്മൾ മറ്റൊരു കാസ്റ്റല്ലേ. നമ്മുടെ വിശ്വാസങ്ങളെ നമുക്ക് എത്ര പ്രധാനപ്പെട്ടതാണോ അതുപോലല്ലേ അവരുടെ വിശ്വാസങ്ങൾ അവർക്കും. അതുകൊണ്ട് തന്നെ കയറിയാൽ അശുദ്ധമാവോ കുഴപ്പമാവോ എന്നൊക്കെ ഡൗട്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോഴാണ് വാപ്പച്ചി പറഞ്ഞത്, ധൈര്യമായിട്ട് കയറുക, എല്ലാ മതക്കാരും ഇവിടെ മീനിനെ കാണാനൊക്കെ വരുന്നതാണ്, അവർക്കൊരു കുഴപ്പമില്ല. ഈ ഒരു ഗേറ്റ് കടന്ന് ഒരു വഴി അമ്പലക്കുളത്തിലേക്കും മറ്റൊരു വഴിയിലൂടെയാണ് അമ്പലത്തിനകത്തേക്ക് കയറുന്നത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മൾ കാണാൻ വന്ന ആ ഒരു കുളം. ഇനി എനിക്കൊരു കാര്യം എടുത്തു പറയണം. അവിടെ ആ പ്രാർത്ഥിക്കാൻ വന്ന ആളുകളെക്കുറിച്ചാണേ. അവരിൽ ഒരാൾ പോലും ഒരു പുഞ്ചിരി തരാതെ പോയിട്ടില്ല എന്നുള്ളതാണ്. അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ ഈ മീനിന് പൊരിയിട്ട് കൊടുക്കാനായിട്ട് വരും കേട്ടോ. ഞങ്ങളും കൊടുത്തു, കടലയും കപ്പലണ്ടിയും പൊരിയൊക്കെ വാങ്ങി. അപ്പോൾ അവരെല്ലാവരും വന്നിരുന്ന് കുളത്തിൻ്റെ ചരിത്രവും അമ്പലത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ താല്പര്യത്തോടെ നമ്മളത് കേട്ടിട്ട് വരുന്നിട്ടുണ്ട്. തട്ടമൊക്കെ ഇട്ട് പോയിട്ട് പോലും അവിടുന്ന് ഒരാളും നമ്മൾ അത്ഭുതത്തോടെ നോക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ എനിക്കെൻ്റെ നാട്ടുകാരെ നന്നായിട്ട് അറിയാം. ഒരു നബിദിനം വന്നാലും ഒരു ക്രിസ്മസ് വന്നാലും അമ്പലത്തിൽ ഉത്സവം വന്നാലും ഒക്കെ നമ്മൾ മതം മറന്ന് ഒന്നാവുന്നവരാണ്. ഏത് മതമായാലും നമ്മുടെ ദൈവത്തോട് നമുക്ക് ഏറ്റവും വിശ്വാസവും മറ്റു മതങ്ങളോട് വളരെ ബഹുമാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെയും വളരെ സ്നേഹത്തോടെയും കഴിയുന്ന, വളരെ ഭംഗിയുള്ള, വളരെ സന്തോഷമുള്ളൊരു നാടാണ് നമ്മുടെ നാട്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബഹുമാനമുണ്ട്. ആരും മതം പറഞ്ഞ് ഇതുവരെ അടിയുണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നും ഇതുപോലെ സന്തോഷത്തോടെ സ്നേഹത്തോടെ കഴിയാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മീനിനെക്കുറിച്ചും കുളത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാവേ. പാത്തൂസ് ആ കടല ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് ആ കറുപ്പ് കാണുന്നതും ഫുള്ള് മീനാണേ. ഏത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കുഞ്ഞു 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 1000കണക്കിന് മീനുകൾ. അതുപോലെ തന്നെ വൈറ്റ്, ഓറഞ്ച്, റെഡ്, കറുപ്പ്, അങ്ങനെ വലിയ മീനുകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആമകളുണ്ട്. അതൊക്കെ പോട്ടെ, ഇവിടെ ഒരാശാനുണ്ട്, കാണിച്ചു തരാവേ. ഇതാ കണ്ടോ, ആ മീനുകളുടെ ചുറ്റിനും കിടന്ന് കറങ്ങാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് വാലിലിട്ടൊരടി തരും. സത്യം പറഞ്ഞാൽ ആദ്യത്തെ അടിയടിച്ചപ്പോൾ ഞാൻ നന്നായിട്ട് പേടിച്ചു. ഞാൻ ആ കരയിലിരുന്നിട്ടും പുറകിലോട്ട് ഓടിപ്പോയിട്ടോ. ഇങ്ങനെ മിണ്ടാതെ കിടക്കും. നമ്മൾ പൊരിയിട്ട് കൊടുക്കുമ്പോൾ മീനുകളെല്ലാം കൂടി ഒറ്റ സൈഡിൽ വരും. ആ ഒരു സമയത്ത് ആശാനൊരു കളിയുണ്ട്, ഒരു ഇളക്കിക്കളി. അപ്പോൾ എല്ലാവരും പേടിക്കും കേട്ടോ. എന്തായാലും ആമയും മീനും പാമ്പും എല്ലാം കൂടി
പാത്തൂനും മൈദൂസിനും ഒരു കാഴ്ചയ്ക്കുള്ള കാര്യങ്ങളായി. അപ്പോൾ അവർക്കതൊക്കെ ഭയങ്കര അത്ഭുതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്കും ഞാനും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതും ഇതൊക്കെ കാണുന്നതും. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നും ഇതൊക്കെ കാണാൻ പറ്റുമെന്നും ഞാൻ അറിയുന്നത് ഇപ്പോഴാണ് കേട്ടോ. എന്തൊരു സമാധാനമുള്ള സ്ഥലമാണ്, എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഇതൊന്നും ഇത്രയും നാളും കാണാൻ പറ്റാത്തത് കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്. അപ്പോൾ വാപ്പച്ചിയുടെ കൂട്ടുകാരനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളെനിക്ക് ഈ കുളത്തിൻ്റെയും അമ്പലത്തിൻ്റെയും ഒക്കെ ചരിത്രമൊക്കെ പറഞ്ഞു തന്നു. വളരെ കാലപ്പഴക്കമുള്ള ഏറ്റവും ആദ്യത്തെ അമ്പലമാണ് നമ്മുടെ നാട്ടിൽ. എന്തൊക്കെയോ ഒരുപാട് കഥകൾ ആൾ പറഞ്ഞു തന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ കഥ പറഞ്ഞിരുന്ന് നേരെ സന്ധ്യയായി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.